ഹായ് എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ പാർപ്പടിയുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ? അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അവിൽ, കപ്പലണ്ടി, അതേപോലെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാളയംകുടം പഴം, പിന്നെ കുറച്ച് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. ബൂസ്റ്റ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഗ്യാസ് ഓണാക്കി ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് അവിലിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അത് ചൂടാക്കി വറുത്തെടുക്കുക. അത് പെട്ടെന്ന് മുരിയും അവിൽ. കുറച്ച് നേരം ഗ്യാസിൽ വെച്ചാൽ മതി. അതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കരിയാനും ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നല്ലൊരു മണവും, അതേപോലെ തന്നെ അത് നമ്മൾ കയ്യിലെടുത്തിട്ട് ഒന്നിങ്ങനെ തിരുമ്പുമ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് പൊടിഞ്ഞു പോണ ഒരു പരിവാകുമ്പോൾ തീ ഓഫാക്കിയിടുക. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റണ ഒരു, അതുപോലെ തന്നെ ഇത് മക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഷേക്ക് ഉണ്ടാക്കി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അവിൽ വറുത്തതിന് ശേഷം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാളയംകുടം പഴമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാളയംകുടം പഴം, അല്ലെങ്കിൽ റോബസ്റ്റ്, ഏത് പഴമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉടയ്ക്കുക. ആ ഉടച്ച പഴത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമ്മുടെ ആവശ്യപ്രകാരം, ചിലർ മധുരം കുറവായിരിക്കും, ചിലർ കൂടുതലായിരിക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മധുരം ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തോതിൽ പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി ചേർത്തതിന് ശേഷം എടുത്ത് വെച്ചിരിക്കണ കപ്പലണ്ടി മുഴുവനോട് കൂടി ഒരു പിടി കപ്പലണ്ടി മാറ്റി വെച്ചിട്ട് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് വെക്കുക. ബാക്കിയുള്ളത് മുഴുവനോട് കൂടിയിട്ട് തന്നെ ഈ പഴം, അതുപോലെ തന്നെ പഞ്ചസാര, കപ്പലണ്ടി എടുത്ത് 3 ചേരുവകളും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തണുത്ത പാല് ഒഴിച്ച് മിക്സ് ചെയ്യുക. പിന്നെ ഐസ്ക്രീം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാനില ഐസ്ക്രീമും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിൽ വറുത്തത് നമ്മൾ ഗ്ലാസ്സിലേക്കാണ് സെർവ് ചെയ്യുമ്പോഴായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് തണുത്ത് പോവും, ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലും പഴവും പഞ്ചസാര കപ്പലണ്ടി അതൊക്കെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് അവിൽ വറുത്ത് വെച്ചത് ഇടുക. അതിന് ശേഷം കുറച്ചും കൂടിയും ഈ മിക്സ് എല്ലാതും കൂടിയിട്ടുള്ള പാലും എല്ലാം കൂടി ഒഴിക്കുക. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് ഗാർണിഷ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ബൂസ്റ്റും പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി, ചെറി അതൊക്കെ മുകളിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അവിൽ മിൽക്ക് ഷേക്ക് തയ്യാറായി. ഇനി നമുക്ക് കുടിക്കാൻ വേണ്ടോ. അപ്പോൾ അത്രയ്ക്ക് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കില്ലേ? 100% ഉറപ്പാണ് നിങ്ങൾക്കും ഇഷ്ടമാവും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത കുഞ്ഞു വീഡിയോ ആയിട്ട് വരണവരെ ഓക്കെ, ബായ്.
തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയോളൂ അവിൽ മിൽക്ക് ഷേക്ക്. കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമാവും, അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അത് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അതേ പ്രകാരത്തിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.